നമ്മുടെ കേരളത്തിലെ പ്രധാന ഹാർബറുകളിലൊന്നായ കൊല്ലത്തെ നീണ്ടകര ഹാർബറിലേക്കുള്ള പോക്കാണ്. ഈ ഹാർബറിനകത്തായിട്ട് മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റോഡുണ്ട്. ആ റോഡ് കയറി വരുമ്പോഴാ ഇങ്ങനൊരു വഴി കിട്ടും. ആ വഴി ചെറിയ വഴിയാണ്, രണ്ട് സൈഡിലും കടലാണ്. ആ വഴി ചെന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ ഏരിയയിലോട്ടാണ്. ഇതിന് ചുറ്റും കടലാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും കണ്ട ബോട്ട്സ് മത്സ്യബന്ധനത്തിനായിട്ട് പോണതാണ്. ഇത് പോർട്ടിൽ നിന്ന് വരണതാണ്, നമ്മുടെ ഹാർബറിൽ നിന്ന് വരുന്നതാണ്. കാണാൻ നല്ല രസമാണ്. ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ചുറ്റും കടലാണ്. അതിന് കടൽ ഭിത്തിയും ചെയ്തിട്ടുണ്ട്. കുഞ്ഞാമ്പ് എണീറ്റ് ഇമ്പ് എണീറ്റ് രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ കയറി വന്നിട്ടുണ്ട്. ഒരു ചേട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുകയാണ്. ഇതിന്റെ വ്യൂ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇങ്ങനെ ചുറ്റും കടലാണ്. നമ്മുടെ വണ്ടി നടുക്ക് കിടപ്പുണ്ട്. അതിലൊരാളിരുന്ന് ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട ഇവിടെ വന്നാൽ ഒരുപാട് പരുന്തുകൾ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇതിന്റെ കാലിൽ മീനുണ്ട്. പരുന്തിന്റെ മറ്റൊരു പേര് ഒരു പട്ടം പോലെ അതിങ്ങനെ പറന്ന് നിൽക്കണ നല്ല രസമുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫിഷിംഗ് ഹാർബറിലെ മാർക്കറ്റിലേക്കാണ്. ഇതാണ് ഇവിടുത്തെ കാഴ്ച. കൊട്ടക്കണക്കിന് മീൻ, കുഞ്ഞു മീനാണ്, നെത്തോലി മീനാണ്, ഫുള്ള് നെത്തോലി. ഇതെല്ലാം ഐസിട്ട് വെച്ചിട്ടാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാലും നെത്തോലിയാണ്. ഇതിൽ മിക്സ് ഉണ്ടെന്ന്, ചെറിയ കുഞ്ഞ് വേറെ മീനും ഉണ്ടല്ലേ നെത്തോലി കൂടാതെ. തൂക്കി മാറ്റാനുണ്ട്. ഇതൊക്കെ പുറത്തോട്ട് അയക്കാനുള്ള മീനുകൾ അവർ ഐസിട്ട് വെക്കുകയാണ്. എല്ലാത്തിലും നെത്തോലിയാണ്. ഈ ബോട്ടിലും നെത്തോലി, അടുത്ത ബോട്ടിൽ ഇതിലും നെത്തോലി തന്നെ. കോരിപ്പോരി മാറ്റണുണ്ടോ? ഇങ്ങനെയാണ് അവർ പിടിച്ചിട്ടുകൊണ്ട് വരണത്. നിറഞ്ഞു കിടക്കുന്നുണ്ട്, കാണാൻ രസമുണ്ട്. ആ ചേട്ടൻ കോരി തട്ടണുണ്ടോ? നല്ല രസമാണ്. കുഴാന്ന് വന്ന് വീഴും. കുഴ അതിൽ കൈയിട്ടടക്കാൻ തോന്നുന്നു. അപ്പോൾ ഫുള്ള് നെത്തോലിമായി വരുന്നു. പിന്നെ ഉള്ളത് കൊഞ്ച്, കണവ. പോകാൻ നേരത്ത് കൊഞ്ച് വാങ്ങാനുള്ള പ്ലാനുണ്ട്. ഇമ്പൂന്ന് ശ്വാസം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് മൂക്കും പൊത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. ഈ ചേച്ചിയുടെ നിന്ന് പോകാൻ നേരത്ത് മീൻ വാങ്ങിക്കാനുള്ള പ്ലാനായിരുന്നു. പോകാൻ നേരത്ത് ആ 3 സെറ്റും നമ്മൾ വാങ്ങിച്ചു. നിങ്ങൾ കൊല്ലത്ത് പോയിട്ട് വന്നപ്പോൾ എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് കൊടുക്കും. വഴിക്ക് വെച്ചൊരു പായസം കുടിച്ച് ഒറ്റ വിടൽ.